നമ്മുടെ ഐഡൻറ്റിറ്റീനെ നമ്മളൊരു ജോബിൻ്റെ ടൈറ്റിലേക്ക് ചുരുക്കാതിരുന്നു കഴിഞ്ഞാൽ കാര്യം എളുപ്പമാണ്. എനിക്കിപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അതായത് ഞാൻ ഇന്നതാണ് എന്ന് പറയാൻ നിന്ന് കഴിഞ്ഞാലാണ് എനിക്ക് വിഷമം. ജോബ് സ്വിച്ചിനാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ട്. അല്ലെ എൻ്റെ ഐഡൻറ്റിറ്റി ഡിഫറെൻ്റ് ആണ്. എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ ചെയ്യുന്ന ജോലികളുമായിട്ട് ബന്ധമില്ല എന്നുള്ള രീതിയിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഫ്രീ ആണ് നമ്മൾ. ഹായ്, ഞാൻ ദീപ. ഇന്നൊരു ക്വിക്ക് വീഡിയോ ആണ്. കുറേ അധികം കമൻസ് കണ്ടപ്പോൾ എനിക്കിത് ഒന്ന് പെട്ടെന്ന് ചെയ്തിടണം എന്ന് തോന്നി. കാരണം ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. കുറേ പേര് ചോദിക്കുന്നത് എനിക്ക് ക്ലോത്തിങ് ബിസിനസ് ചെയ്യണം, എനിക്കൊരു ബൊട്ടിക് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായമാണ് ചോദിക്കുന്നത്. പിന്നെ കുറേ പേര് ചോദിക്കുന്നത് വർക്ക് ഫ്രം ഹോം ജോബ്സ് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, ഏത് കോഴ്സാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസിനും ഇപ്പോൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനും ഒന്നും എനിക്ക് ആൻസർ ഇല്ല. ഞാൻ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഓൾറെഡി ഒരു ടൈറ്റിൽ പറയുന്നുണ്ട്, ഷെയറിങ് മൈ എക്സ്പീരിയൻസ് ടു ഇൻസ്പയർ. അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഈ ഒരു കഴിഞ്ഞ എനിക്ക് തോന്നുന്നൊരു 8-9 വർഷമായി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ തുടങ്ങിയിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ കൂടെ പോകുന്ന പല കാര്യങ്ങളുമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എൻ്റെ അസുഖങ്ങളായിക്കോട്ടെ, പാരൻറ്റിങ് രീതികളായിക്കോട്ടെ, അതൊന്ന് എക്സ്പ്രസ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഈ ഒരു ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് തന്നെ. അത് ഓരോ സമയത്ത് ഓരോ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു കരിയർ സ്വിച്ച് നടത്തിയത് കൊണ്ട് തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഒത്തിരി ആൾക്കാർ ചോദിക്കുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു എന്നതിൻ്റെ അർത്ഥം എനിക്ക് ഒരു സജഷൻ തരാനോ ഒന്നും എനിക്ക് അറിയത്തില്ല. ഇനിയിപ്പോൾ ഈ ഒരു ജോബ് നിന്നിട്ട് വേറെ ഇതിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ അതിൻ്റെയും ഒരു ജേർണി ഷെയർ ചെയ്തെന്ന് വരാം. അതിൻ്റെ അർത്ഥം എനിക്ക് കുറേയധികം കമൻസ് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെ കണ്ടുകൊണ്ടാണ് കുറേയധികം ആൾക്കാർ ഓൺലൈൻ ബൊട്ടിക് സ്റ്റാർട്ട് ചെയ്തത്, എന്നിട്ട് ഞാനിങ്ങനെ സ്വിച്ച് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വിഷമായി, അതുകൊണ്ട് അവരും മാറുവാണെന്നും അങ്ങനെയൊക്കെ. അപ്പം ഇത് ശരിക്കും എൻ്റെ ഒരു ജേർണിയാണ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളവർ അത് നോക്കണം, അതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമല്ല. അങ്ങനെ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവർക്ക് ഇതൊരു ഹെൽപ്ഫുൾ വേ ആയിരിക്കും. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്. അതിപ്പോൾ ഞാനാണെങ്കിലും ഈ കരിയർ സ്വിച്ചിൻ്റെ ടൈമിൽ ഞാൻ ഒത്തിരി അധികം വീഡിയോസ് വാച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സ്വിച്ച് ചെയ്ത ആൾക്കാർ, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് എങ്ങനെ ഇവരിത് കൺട്രോൾ ചെയ്തു, അല്ലെങ്കിൽ എങ്ങനെ ഇത് സ്ട്രീം ലൈൻ ആക്കി കൊണ്ടുപോയി, ഇതൊക്കെ നമ്മളും സെർച്ച് ചെയ്യുന്നതാണ്. ഇതിനു മുന്നേ ഞാൻ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഈവൻ നമ്മുടെ ഹെൽത്ത് കണ്ടീഷനെ പറ്റിയിട്ട്. അതും എനിക്കിങ്ങനെയാണ് വർക്ക് ആവുന്നതെന്നേ ഞാൻ പറയുന്നുള്ളൂ. അതുപോലെ ചെയ്യാൻ ആരോടും ഞാൻ പറയുന്നില്ല. അത് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവട്ടെ എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഞാൻ അതിൽ മറ്റേ ബ്രാൻഡ് അംബാസിഡർ ഒന്നും അല്ല. അപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെതായ റിസർച്ച് ചെയ്ത് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ സ്വിച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കരിയർ സ്വിച്ച് ചെയ്യണമെന്നല്ല. ഇങ്ങനെയാണ് ഞാൻ സ്വിച്ച് ചെയ്തതെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ എനിക്ക് കോഴ്സസ് ഒന്നും അറിയത്തില്ല. ഞാൻ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെറും യൂട്യൂബ് കോഴ്സസ് മാത്രം ചെയ്തിട്ടാണ് പഠിച്ചത്. പിന്നെ അല്ലാതുള്ള ഓപ്ഷൻസ് ഞാൻ പറഞ്ഞു. ഉഡമിയിൽ ഒക്കെ നമുക്ക് കോഴ്സസ് അവൈലബിൾ ആണ്. ഏത് കോഴ്സാണെന്നുള്ളത് നിങ്ങൾ തപ്പി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പിന്നെ അതൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു എംപ്ലോയറിന് അതൊക്കെ ഓക്കെ ആണോ എന്നുള്ളതും അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും അവസാനം നമുക്ക് സ്കില്ലുണ്ടോ എന്നുള്ളത് മാത്രമേ അവർ നോക്കത്തുള്ളൂ എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ എന്ത് കോഴ്സാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുക. ടെസ്റ്റിങ്ങിൻ്റെ റിലേറ്റഡ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ടെസ്റ്റിംഗ് എടുക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് കഴിവ് ഏതിലാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ അതിലേക്ക് പോവാം. ഇപ്പോൾ കുറച്ച് നാൾ മുന്നേ ഞാൻ പറഞ്ഞിരുന്നത് എനിക്കൊരു 9 to 5 ജോബിന് പോകാനായിട്ട് താല്പര്യമില്ല, അങ്ങനെ ഒരു സ്ക്വയറിനകത്ത് കിടക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ എൻ്റെ സെൽഫ് എംപ്ലോയിഡ് ജേർണിയിൽ എനിക്ക് ബേൺ ഔട്ട് പോലെ ഫീൽ ചെയ്ത് എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ യൂസ് ടു ആക്കാൻ നോക്കുകയാണ്. ദാറ്റ് ഡസൻ മീൻ ഇതിൽ തന്നെ ഞാൻ നിൽക്കുന്നു. അത് നമ്മുടെ സാഹചര്യം പോലെ. ഇപ്പം നമുക്ക് ആ ജോലി നഷ്ടപ്പെടുവാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ജോലി കിട്ടാതാവുകയാണെങ്കിൽ പിന്നെയും സ്വിച്ച് അല്ലേ നടക്കുന്നത്. അപ്പോൾ അപ്പോഴത്തെ ജേർണി ഇടും. ദാറ്റ് ഡസൻ മീൻ ഇങ്ങനെ സ്വിച്ച് ആയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് ജസ്റ്റ് ഷെയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ അവർക്ക് സ്വിച്ച് ചെയ്യാൻ, നമുക്ക് സ്വിച്ച് ചെയ്യാൻ തോന്നുന്നു. ചിലർക്കത് ഭയങ്കര ദേഷ്യത്തോടെയൊക്കെയാണ് കമൻറ്റ് ചെയ്യുന്നത്. നിങ്ങളെന്താ അവിടെ തുറച്ച് നിൽക്കാത്തതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ ആലോചിക്കും, ഇത് എൻ്റെ ലൈഫാണ്. അപ്പോൾ അത് ജസ്റ്റ് ഷെയർ ചെയ്യുന്നതാണ്. എൻ്റെ ജോലി അതാണ്, എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം അതാണ്. ഞാനിപ്പോൾ പഴയൊരു ഫ്രണ്ടിനെ കണ്ടാൽ ഞാൻ ആദ്യം സംസാരിച്ച് തുടങ്ങുന്ന ഇപ്പം എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ ഓപ്പണായിട്ട് സംസാരിക്കുക എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ. അപ്പോൾ ആ ഒരു ക്യാരക്ടറിന് പറ്റുന്ന രീതിയിൽ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരാൾക്ക് ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനും ഇതുപോലുള്ള ഒത്തിരി ചേഞ്ചസിന് സോഷ്യൽ മീഡിയയിൽ, മെയിൻലി യൂട്യൂബിൽ ആൾക്കാർ ഷെയർ ചെയ്തേക്കുന്ന എക്സ്പീരിയൻസ് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്.
ഇപ്പോൾ നമ്മളൊരു കഠിനമായ ഒരു വഴിയിലൂടെ പോകണമെന്നില്ലല്ലോ ആ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാക്കാനായിട്ട്. അത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർ പറയുന്നത് കേട്ടിട്ടും നമുക്കൊരു ഐഡിയ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ദാറ്റ് ഡസൻ മീൻ എനിക്ക് കോഴ്സസിനെ പറ്റി വലിയ ധാരണയുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പഠിക്കാനുള്ള രീതികൾ ഇതാണ് എന്ന് ഞാൻ പറയുന്നുണ്ട്. അതുപോലെ ഒരു ബിസിനസ് ഇനി സ്റ്റാർട്ട് ചെയ്യുമോ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിയാവുമോ, അല്ലെ സെൽഫ് എംപ്ലോയിഡ് മോശമാണോ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അതെൻ്റെ കപ്പ് ഓഫ് ടീ അല്ല എന്ന് ഞാൻ റിയലൈസ് ചെയ്ത് മാറി. ഇനി ഭാവിയിൽ ഞാനൊരു സെൽഫ് എംപ്ലോയിഡ് ആവത്തില്ല, അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യത്തില്ല, അങ്ങനെ ഒന്നും എനിക്ക് പറയാനില്ല. ചിലപ്പോൾ ഞാൻ ചെയ്തെന്ന് വരും. ഇപ്പോൾ നിലവിൽ പ്ലാൻസ് ഒന്നുമില്ല. ഇപ്പോൾ ആസ് ഓഫ് നൗ ഇപ്പോൾ ആ ജോലിയായിട്ട് കണ്ടിന്യൂ ചെയ്ത് അതിൽ മാക്സിമം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കുന്ന ഒരു സ്ട്രഗ്ലിംഗ് ഫേസിലാണ് ഞാൻ. പക്ഷേ ഇതുപോലത്തെ കമൻസ് കാണുമ്പോൾ ഞാൻ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു പേടി. അതുകൊണ്ട് പെട്ടെന്നൊരു വീഡിയോ വന്ന് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഹോപ്പ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങളൊന്നിരുന്ന് എഴുതുക. നിങ്ങൾക്ക് ശരിക്കും എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് ബിസിനസ് ആണോ, അല്ലെ സെൽഫ് എംപ്ലോയിഡ് ആവണോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി നോക്കണോ? ശരി, ജോലി നോക്കണമെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് ജോലി? ഞാൻ IT കയറി എന്ന് പറഞ്ഞ് നിങ്ങൾ IT കയറണമെന്നില്ല. അതുപോലെ ഞാൻ ടീച്ചിങ് ആണ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ എനിക്കിതായിരുന്നു, എനിക്ക് ആ ജോലി ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഇങ്ങോട്ടേക്ക് മാറുകയാണ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ അതിന് എന്നോടൊരു സജഷൻ നിങ്ങൾ ചോദിക്കരുതേ. നിങ്ങൾ തന്നെ ഫിഗർ ഔട്ട് ചെയ്യണം എവിടുന്ന് എങ്ങനെ തുടങ്ങണം. നമുക്ക് ഒത്തിരി ഓൺലൈൻ റിസോഴ്സ് ഉണ്ട്. യൂട്യൂബ് മാത്രമല്ല, നിങ്ങൾ ChatGPT വരെ ചോദിച്ചു നോക്കുക. പല ഐഡിയാസ് കിട്ടും. പക്ഷേ ഇവരെ ആരും ബ്ലൈൻഡായിട്ട് നിങ്ങൾ വിശ്വസിക്കരുത്. എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. മനസ്സിലായില്ലേ? എല്ലാ കാര്യത്തിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. നമുക്കിപ്പോൾ ബിസിനസ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറേയധികം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളൊരു കരിയർ സ്വിച്ചിലേക്ക് പോകുമ്പോൾ നമ്മുടെ ടൈം, നമ്മുടെ എഫേർട്ട്, പഠനത്തിനായിട്ടുള്ള സമയം എല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതും ഒരു ടൈപ്പ് ഓഫ് ബിഗ് ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്, സമയം. അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. നിങ്ങൾ ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിന് വേണ്ടിയുള്ള എഫേർട്ട് ഇട്ട് പോവുക. കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ളത് നമ്മൾ നോക്കാതിരിക്കുകയാണ് നല്ലത്. നമ്മൾ ഒരു ടൈം വെച്ച്, ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു 6 months ടൈമാണ് വെച്ചിരുന്നത്. 6 months ടൈം വെച്ച് നോക്കുക. ഇല്ലെങ്കിൽ പ്ലാൻ ബി നോക്കുക. ഇതിനെ ഉണ്ടല്ലോ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, നമ്മൾ ജോലി അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്നതിൻ്റെ നമ്മുടെ ഐഡൻറ്റിറ്റീനെ നമ്മളൊരു ജോബിൻ്റെ ടൈറ്റിലേക്ക് ചുരുക്കാതിരുന്നു കഴിഞ്ഞാൽ കാര്യം എളുപ്പമാണ്. എനിക്കിപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അതായത് ഞാൻ ഇന്നതാണ് എന്ന് പറയാൻ നിന്ന് കഴിഞ്ഞാലാണ് എനിക്ക് വിഷമം. ജോബ് സ്വിച്ചിനാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ട്. അല്ലെ, എൻ്റെ ഐഡൻറ്റിറ്റി ഡിഫറെൻ്റ് ആണ്. എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ ചെയ്യുന്ന ജോലികളുമായിട്ട് ബന്ധമില്ല എന്നുള്ള രീതിയിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഫ്രീ ആണ് നമ്മൾ. മനസ്സിലായില്ല? ഞാൻ അതേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ നമ്മുടെ ജോബ് ടൈറ്റിലുമായിട്ട് അറ്റാച്ച് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കാര്യം എളുപ്പമാണ്. നമ്മൾ ഈ ജോലികളെല്ലാം എന്തിനാണ്? നമ്മുടെ ഈ ഒരു ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് ചിക്കിലി വേണം, കുറച്ച് ഒരു സൊസൈറ്റിയിൽ ഒരു സ്ഥാനം വേണം. ഇതൊക്കെയാണല്ലോ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജോലി അങ്ങനെ കണക്കാക്കിയാൽ മതി. ഈ ജോലിയിൽ വേറൊരു ജോലി, ഇല്ലെങ്കിൽ വേറൊരു ബിസിനസ്, ഇല്ലേ ഒരു സെൽഫ് എംപ്ലോയിഡ് ഒരു സെറ്റപ്പ്, അത്രയും ഉദ്ദേശിച്ചാൽ മതി. ഇന്നത് തന്നെ ഞാൻ ജീവിതകാലം മൊത്തം ചെയ്യും എന്നൊരു കൺസെപ്റ്റിലേക്കൊന്നും പോവാതിരുന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേറെ ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ, ഇപ്പോൾ ഞാനിങ്ങനെ കുറേ ഇരുന്ന് ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും സംഭവിക്കണം, ഒരു വളരെ മോശം അവസ്ഥയിലൂടെ പോവാണ്, നമ്മുടെ ഇവിടുത്തെ ബ്രെഡ് വിന്നറിന് എന്തെങ്കിലും പറ്റുവാണ്, ഞാൻ എൻ്റെ പിള്ളേരെ എങ്ങനെ വളർത്തും? ഇതൊക്കെ എനിക്ക് എപ്പോഴും ചിന്ത വരുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഭയങ്കര കാര്യമായിട്ട് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനത് പലപ്പോഴും ഞാൻ അനിയത്തിയോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളും പറയും, നീ എവിടെ നിന്ന് വീണാലും 4 കാലിലേ വീഴത്തുള്ളൂ, കാരണം നിനക്ക് അതിനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. സിമ്പിളായിട്ട് പറയാം, ഞാനിപ്പോഴും ആലോചിക്കുന്നത്, എനിക്ക് എൻ്റെ പിള്ളേരെ വളർത്താൻ വേറൊരു ഹെൽപ്പ് ഇല്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ എനിക്ക് ഷോർട്ടായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഓട്ടോറിക്ഷ ഓടിക്കാൻ പോവാം, ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കാം, അല്ലെ ലോൺ എടുക്കാം, അതിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോവാം, സെറ്റ് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ ജോലിക്ക് പോവാം, ആരുടെയെങ്കിലും വീട്ടിൽ ജോലിക്ക് പോവാം. അത്രയ്ക്ക് ലോ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റി ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുകയാണ് ഫസ്റ്റ് തിങ്. അപ്പം അങ്ങനെ ജോബ് നമുക്ക് ഒരു രക്ഷയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എങ്ങനെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസക്കാരിയാണ് ഞാൻ. അപ്പം ഞാൻ പറയുന്ന ഇതാണ്, എനിക്കിങ്ങനെ ഒരു ജോബ് കിട്ടിപ്പോയി. അതിനിപ്പോൾ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കിട്ടുന്ന വഴികളെല്ലാം പറഞ്ഞിട്ടുണ്ട്. സെയിം വേ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ ഒരു ഉറപ്പും പറയുന്നില്ല. പക്ഷെ നമ്മളിതിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങോട്ട് വരും. ഇപ്പോഴും എനിക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇങ്ങനെയും വഴി ഉണ്ടായിരുന്നു എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടൈറ്റിൽ നമ്മുടെ ലൈഫുമായിട്ട്
അല്ലെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത് പോകാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെറിയ വീഡിയോ എന്ന് പറഞ്ഞ് തുടങ്ങിയാണെങ്കിൽ ഇച്ചിരി ഗ്യാപ്പായിപ്പോയി. ഗ്യാപ്പെല്ലാം ഇച്ചിരി വലുതായിപ്പോയി. അപ്പോൾ ഞാൻ നിർത്തുക. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ നമുക്ക്